Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിൽ നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള തിയറി സബ്ജക്റ്റ് ആണ് മാനേജ്മെന്റ് തിയറി ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ തേർഡ് ആരംഭിക്കുകയാണ്. തേർഡിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്. ബേസ് ആണ്, കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം മിക്ക പേപ്പറിലും വരാറുണ്ട്. സോ ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ദ ബാരിയേഴ്സ് ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നിർബന്ധമായും നോക്കിയിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ദെൻ ക്വാളിറ്റി സർക്കിളിൻ്റെ കൺസെപ്റ്റ് വരാറുണ്ട്. ക്വാളിറ്റി സർക്കിൾ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു ചോദ്യം. ദെൻ ബെഞ്ച് മാർക്കിംഗ് എന്താണ്, പലപ്പോഴും അത് 2 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ടും വരാറുണ്ട് കേട്ടോ. ബെഞ്ച് മാർക്കിങ്ങിൻ്റെ കൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ ടൈപ്സ് എഴുതാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. പിന്നെ പക്ക ബേസ് ആയിട്ടുള്ളൊരു ചോദ്യം അതും കൂടി ഇതിൻ്റെ കൂടെ പറയുന്നു. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് +1 മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ചിലപ്പോഴൊക്കെ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം, അതുകൊണ്ടാണ് ഞാനത് ഇൻക്ലൂഡ് ചെയ്തതല്ലേ. ദെൻ മറ്റൊരു ചോദ്യം, സൈക്കോളജിക്കൽ പ്രോസസ്സിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ് ഏതൊക്കെയാണെന്നുള്ളത് ഒരൊറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് സൈക്കോളജിക്കൽ പ്രോസസ്. ഓക്കെ, അതാണ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. ദെൻ മെമ്മറി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഒറ്റ പ്രാവശ്യം ചോദിച്ചുള്ള ഒരു ചോദ്യമാണ്. സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസിങ് മെമ്മറി ഒറ്റ പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ മെത്തേഡ്സും ചോദിച്ചിട്ടുണ്ട്. മെത്തേഡ്സ് ഓഫ് അസസിങ് മെമ്മറി, മെത്തേഡ്സ് ഓഫ് അസസിങ് മെമ്മറി, അതും കൂടി നോക്കി വയ്ക്കുക കേട്ടോ. ഇനി കൗൺസിലിംഗ് എന്താണ്, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. കൗൺസിലിംഗ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കി വയ്ക്കുക. കൗൺസിലിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ബിഹേവിയറിൻ്റെ കൂടെ തന്നെ ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് രണ്ടും എന്താണെന്നും അതിൻ്റെ കൺസെപ്റ്റ്. OB അതുപോലെ തന്നെ OD ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ പ്രോസസ്സ് നോക്കണം കേട്ടോ. എസ്പെഷ്യലി ODയുടെ പ്രോസസ്സ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. OB എന്താണെന്നുള്ളതിൻ്റെ കൺസെപ്റ്റും നോക്കി വയ്ക്കുക. ഇനി വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ക്വാളിറ്റീസ് ഓഫ് എ ലീഡർ. വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നൊരു ചോദ്യം. ദെൻ ഗ്രൂപ്പിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ് റീസൺസ് ഓഫ് ജോയിനിങ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഗ്രൂപ്പ് എന്താണ്, നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു OB എന്താണെന്ന് നോക്കണം. അതിൻ്റെ കീ എലമെൻറ്റ്സ് ചോദിക്കാറുണ്ട്. OB എന്താണ്, അതിൻ്റെ കീ എലമെൻറ്റ്സ് നോക്കിയിരിക്കണം. പിന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമുണ്ട്, കൺട്രോളിങ് എന്താണ്, അതിൻ്റെ പ്രോസസ്സ് നോക്കിയിരിക്കണം. അത് പിന്നെ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഒറ്റ പ്രാവശ്യം വന്നിട്ടുണ്ട്. ടെക്നിക്സ് ഫോർ
managing organizational relationships. Okay. Then പേഴ്സണാലിറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം വന്നിട്ടുള്ളതാണ്. ഡിഫറെൻറ്റ് ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി. Determinants of personality. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇനി സോഴ്സസ് ഓഫ് പവർ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. what are the bases and sources of power? നിർബന്ധമായി നോക്കാം. ഇനി വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യം, പെർസെപ്ഷൻ എന്താണ്, അതിൻ്റെ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുള്ളതാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളതാണ്, ഒരൊറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഓർഗനൈസേഷനിൽ, അതായത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതൊക്കെ. മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഇൻ ഓർഗനൈസേഷൻസ്, അതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഒരൊറ്റ പ്രാവശ്യം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, how can we overcome the resistance to change? ചിലപ്പോൾ റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്താണെന്നുള്ളത് സെപ്പറേറ്റ് 2 വെയിറ്റേജിനും ചോദിക്കാറുണ്ട്. റെസിസ്റ്റൻസ് ടു ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണത് സ്ഥാപനത്തിലത്തെ. ഇൻ ആൻ ഓർഗനൈസേഷൻ റെസിസ്റ്റൻസ് ടു ചേഞ്ചിനെ പറ്റിയിട്ട് 2 വെയിറ്റേജും ചോദിക്കാം, 3 വെയിറ്റേജിനും എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് 6 സിഗ്മ. എന്താണ് 6 സിഗ്മ? അതിൻ്റെ നേച്ചർ നോക്കിയിരിക്കണം കേട്ടോ. ഇനി ഒരു സജഷൻ കൂടി നൽകാനുള്ളത്, നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന എന്താണ് ഫേമിൻ്റെ കോമ്പിറ്റൻസീസിനെ പറ്റിയിട്ട്. ടൈപ്സ് ഓഫ് firms competencies. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. 3 വെയിറ്റേജിൽ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് 7 ചോദ്യങ്ങളാണ്, അതിൽ 4 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. സോ നമ്മൾ എന്തായാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ദെൻ ക്വാളിറ്റി സർക്കിളിനെ പറ്റിയുള്ളൊരു ചോദ്യം, അതിൻ്റെ ഫീച്ചേഴ്സ്, ബെഞ്ച് മാർക്കിംഗ് എന്താണ്, അതിൻ്റെ ടൈപ്സ്, പിന്നെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനെ പറ്റിയുള്ളൊരു ചോദ്യം, അതിൻ്റെ ഫീച്ചേഴ്സ്, സൈക്കോളജിക്കൽ പ്രോസസ്സിൻ്റെ ലെവൽസ്, സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസിങ് മെമ്മറി, മെത്തേഡ്സ് ഓഫ് അസസിങ് മെമ്മറി, പിന്നെ കൗൺസിലിംഗ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, OBOD അതിൻ്റെ പ്രോസസ്സ്, ക്വാളിറ്റീസ് ഓഫ് എ ലീഡർ, റീസൺസ് ഫോർ ജോയിനിങ് ഗ്രൂപ്പ്സ്, OBയുടെ കീ എലമെൻറ്റ്സ്, കൺട്രോളിങ്ങിൻ്റെ പ്രോസസ്സ്, ടെക്നിക്സ് ഫോർ മാനേജിങ് ഓർഗനൈസേഷണൽ റിലേഷൻഷിപ്പ്, ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി, പിന്നെ വാട്ട് ആർ ദി ബേസിസ് ആൻഡ് സോഴ്സസ് ഓഫ് പവർ, പെർസെപ്ഷൻ്റെ പ്രോസസ്സ്, മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഇൻ ഓർഗനൈസേഷൻ അതിനെ പറ്റിയിട്ട്, റെസിസ്റ്റൻസ് ടു ചേഞ്ച് അങ്ങനെ ഓവർകം ചെയ്യാം, 6 സിഗ്മ എന്താണ്, അതിൻ്റെ നേച്ചർ, ടൈപ്സ് ഓഫ് ഫേംസ്, കോമ്പിറ്റൻസീസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ കേട്ടോ. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് വരുന്നത്. ആൻഡ് ഫൈനലി ഇത്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. സോ നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.